ഇവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചോ ഒന്നും അറിയില്ലെങ്കിലും ഈ 8ാം ഷെഡ്യൂളിൽപ്പെട്ട 16 ഭാഷകളിൽ ഒരു ഭാഷ അറിയില്ലെങ്കിലും അവർ ഈ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം അഹമ്മദ് പട്ടേൽ എന്ന് പറഞ്ഞ വലിയൊരു ചാണക്യനുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അഹമ്മദ് പട്ടേലിന് രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ആ ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട്, എത്ര ഭാഷകളുണ്ട്, എത്ര ഉപഭാഷകളുണ്ട്, അതാത് സ്ഥലങ്ങളിൽ എത്ര എത്ര കോൺഗ്രസ്സുകാരുണ്ട്, അവർ വിചാരിച്ച് എത്ര വോട്ട് പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ബി ജെ പി ഇങ്ങനൊരു തന്ത്രം എടുക്കുമ്പോൾ എന്ത് മറുതന്ത്രം പാറ്റണം എന്നൊക്കെ അറിയുന്ന ആളാണ്. അപ്പോൾ പട്ടേൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ സോണിയാഗാന്ധിയുടെ തീരുമാനമായിട്ട് പുറത്തു വരികയും അന്നത്തെ നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനമായിരിക്കും. അതുകൊണ്ടുകൂടിയാണ് ഈ 10 കൊല്ലം യു പി എ സർക്കാർ നിന്ന് പോയത്, നിലനിന്ന് പോയത്, അല്ലെങ്കിൽ പോയത്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹത്തിന് അഹമ്മദ് പട്ടേൽ മരിച്ചുപോയി. പട്ടേലിന് ഇഷ്ടമായിരുന്നില്ല. പിന്നെ പട്ടേലിൻ്റെ ഒരു വിരോധി എന്ന് പറയുന്നത് ദിഗ്വിജയ് സിംഗാണ്. ദിഗ്വിജയ് സിംഗിനെ ഇഷ്ടമല്ല. ചുരുക്കി പറഞ്ഞാൽ പുള്ളി കംപ്ലീറ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് കെ സി വേണുഗോപാലിൻ്റെ ഉപദേശത്തിലാണ്. എന്നാൽ കെ സി വേണുഗോപാലെങ്കിലും കാര്യങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് പുള്ളിക്ക് ഉപദേശം കൊടുക്കൂ, അതുമില്ല. അങ്ങനെ ബ്ലൈൻഡ് ലീഡിങ് ബ്ലൈൻഡ് എന്ന് പറയും, അന്ധരെ അന്ധർ നയിക്കുന്ന ആ സംവിധാനത്തിലാണ് കോൺഗ്രസ് പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ മൊമെൻ്ററി ഇമ്പൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വിഷയത്തിലും പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് ചൈന എത്ര സ്ഥലം കയ്യേറി എന്ന് ചോദിക്കുമ്പോൾ പുള്ളി ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തതാണ്. അപ്പോൾ ബി ജെ പിക്കാർക്ക് പറയാവുന്ന മറുപടി, ചൈന ഇത്ര ഇത്ര സ്ക്വയർ കിലോമീറ്റർ കയ്യേറി, അത് ഇന്ന കാലത്തായിരുന്നു. അത് വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു. അതെ, അത് പറയുമല്ലോ. അത് അടി ചോദിച്ചു വാങ്ങിക്കുന്ന പരിപാടിയല്ലേ. അടിയിരിക്കടുത്ത് കാരണം കാണിക്കാന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അതുപോലെ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് പുള്ളി ചോദിക്കുന്നത്. ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരങ്ങൾ പുള്ളിക്ക് തന്നെ സെൽഫ് ഗോളായിട്ട് മാറുകയും. ഇത് തന്നെയാണ് പാകിസ്ഥാൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. പാകിസ്ഥാനോടുള്ള സ്നേഹം കൊണ്ടല്ല പുള്ളി ഇത് ചോദിക്കുന്നത്, അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. പക്ഷേ പുള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾ പാകിസ്ഥാൻകാർക്ക് ഗുണകരമാകും എന്ന രീതിയിൽ ഇന്ത്യയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളിടത്താണ് പ്രശ്നം. അതെ, പുള്ളിയുടെ ഞാനിപ്പോൾ ഈ വയനാട്ടിൽ മത്സരിച്ച കാലത്ത് തന്നെ ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ രാജ്യത്ത് ഏത് മണ്ഡലത്തിലും മത്സരിക്കാം. അദ്ദേഹത്തിന് കേരളത്തിൽ മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വലിയ ദേശീയ നേതാക്കന്മാർ ഒരു സമയത്ത് 2 മണ്ഡലത്തിൽ മത്സരിക്കാറുണ്ട്. മുമ്പും മത്സരിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഒരേ സമയത്ത് റായ്ബറേലിയിലും മേടക്കിലും മത്സരിച്ചു. 2 സ്ഥലത്ത് ജയിച്ചപ്പോൾ അവർ റായ്ബറേലി ഉപേക്ഷിച്ചിട്ട് മേടക്ക് നിലനിർത്തി. അതുപോലെ ശ്രീമതി സോണിയാഗാന്ധി മത്സരിച്ചിട്ടുണ്ട് ഒരേ സമയത്ത് റായ്ബറേലിയിലും. അതുപോലെ കർണാടകത്തിലെ ഒരു മണ്ഡലത്തിലൂടെ മത്സരിച്ചു. അവിടെ 2 സ്ഥലത്തും ജയിച്ചു. അവസാനം ഒന്ന് ഉപേക്ഷിച്ചു, മറ്റൊന്ന് നിലനിർത്തി. വാജ്പേയി മത്സരിച്ചിട്ടുണ്ട് ഒരേ സമയത്ത് ന്യൂഡൽഹിയിലും ഗുജറാത്തിലും മത്സരിച്ചിട്ടുണ്ട്. അദ്വാനി മത്സരിച്ചിട്ടുണ്ട്. അതൊക്കെ മത്സരിക്കാം.